ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ മൂശക്കാലം 4-ാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ 1-ാമത്തെ വായന മുൻപുള്ള ഞായറാഴ്ചയിൽ വായിച്ചതുപോലെ നിയമാവർത്തന പുസ്തകത്തിൽ നിന്നാണ്. 12-ാം അധ്യായം 29 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ കീഴടക്കാൻ പോകുന്ന ദേശത്തുള്ള ജനതകളെ ദൈവമായ കർത്താവ് നിങ്ങളുടെ മുമ്പിൽ വെച്ച് നശിപ്പിക്കും. നിങ്ങൾ അവരുടെ ഭൂമി കൈവശമാക്കി അവിടെ വസിക്കുകയും ചെയ്യും. അവർ നശിച്ചു കഴിയുമ്പോൾ അവരെ അനുകരിച്ച് വഞ്ചിതരാകാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ജനം ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് അവർ എപ്രകാരം തങ്ങളുടെ ദേവന്മാരെ സേവിച്ചു എന്ന് നിങ്ങൾ അന്വേഷിക്കരുത്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുന്നതിൽ നിന്ന് നിങ്ങൾ അവരെ അനുകരിക്കരുത്. കർത്താവ് വെറുക്കുന്ന സകല മ്ലേച്ഛതകളും അവർ തങ്ങളുടെ ദേവന്മാർക്ക് വേണ്ടി ചെയ്തു. ദേവന്മാർക്ക് വേണ്ടി അവർ തങ്ങളുടെ പുത്രന്മാരെയും പുത്രികളെയും പോലും തീയിൽ ദഹിപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധാലുക്കളായിരിക്കണം. ഒന്നും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത്. ദൈവത്തിൻ്റെ നിയമങ്ങൾ മോശയിലൂടെ വീണ്ടും വ്യാഖ്യാനിക്കപ്പെടുകയാണ്. അവർ കാനാൻ ദേശത്ത് പ്രവേശിച്ചു കഴിയുമ്പോൾ, കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ പറഞ്ഞതുപോലെ, അവിടെയുള്ള മറ്റ് ജാതിക്കാരുടെ ദേവന്മാരെ ആരാധിക്കാൻ പോകരുത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താണ് അവർക്ക് സംഭവിക്കാൻ പോകുന്നതെന്നാണ്. ഒരിക്കലും അവരെ അനുകരിക്കരുത്. കർത്താവ് വെറുക്കുന്ന സകല മ്ലേച്ഛതകളും അവർ ചെയ്തു. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോകരുത്. അവസാനം പറയുന്നൊരു വാചകം പ്രത്യേക ശ്രദ്ധേയമാണ്. ഈ നിയമങ്ങളിൽ ഒന്നും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത്. ഇവിടെയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം കിടക്കുന്നത്. നമ്മൾ പലപ്പോഴും ദൈവത്തിൻ്റെ വചനം വ്യാഖ്യാനിക്കുമ്പോൾ ഇങ്ങനെ വ്യാഖ്യാനിച്ച് ഒന്നുമില്ലാതാക്കാൻ ശ്രമിക്കുന്ന ചില അവസരങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, നമ്മൾ ദൈവം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ, അത് നമ്മുടെ വ്യക്തിജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാകാം, നമ്മുടെ സമൂഹത്തിൻ്റെ എണ്ണം വർദ്ധിക്കേണ്ടതിൻ്റെ കാര്യത്തെക്കുറിച്ചാകാം, അതല്ലെങ്കിൽ പരസ്യമായിട്ട് ദൈവത്തെ ഏറ്റുപറയേണ്ട ആ കാര്യത്തെക്കുറിച്ചാകാം. ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മളതിനെ വ്യാഖ്യാനിച്ചില്ല, അത്രയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, അതിങ്ങനെയാണ്, അതങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അതിൽ വെള്ളം ചേർക്കുന്ന സ്വഭാവമുണ്ട്. പൗലോസിലെ ഇത് വളരെ വ്യക്തമായിട്ട് പറയും. ദൈവവചനത്തിൽ വെള്ളം ചേർക്കുന്നവർ, തങ്ങളുടെ ഉദരപൂരണത്തിനായിട്ട് വചനത്തെ വ്യാഖ്യാനിക്കുന്നവർ. ഇവിടെ ദൈവം പറഞ്ഞു വയ്ക്കുന്നത്, ഈ നിയമത്തിലൊന്നും നിങ്ങൾ നിങ്ങളുടെ വ്യാഖ്യാനം കൊണ്ട് കൂട്ടാനോ കുറയ്ക്കാനോ പാടില്ല. അവിടെ എന്താണോ എഴുതിയിരിക്കുന്നത് അതനുസരിച്ച് ചെയ്യുക. ഇനി വ്യാഖ്യാനിക്കുമ്പോൾ നമുക്കറിയാം, എല്ലാവരെയും കൊന്നു കളയണമെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, കാലും കൈയും വെട്ടിക്കളയാൻ പറയുന്നത് പോലെ ആ രീതിയിൽ നമ്മളെ കാണണം. അപ്പോൾ അന്നത്തെ ഒരു സാഹചര്യത്തിൽ അന്നത്തെ ജനതയ്ക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയും. അതിനപ്പുറത്തേക്ക് കടന്നിട്ട് നമ്മൾ മറ്റു തരത്തിലുള്ള ആധുനിക ലോകത്തിന്, ഈ ആധുനിക ലോകത്തിൻ്റെ ആശയങ്ങൾക്ക് മൂല്യബോധത്തിന് യോജിച്ച രീതിയിൽ അവയെ മാറ്റാൻ പാടില്ല, വ്യാഖ്യാനിക്കാൻ പാടില്ല. നമുക്കറിയാം, ഒരു സാംസ്കാരികമായ പശ്ചാത്തലത്തിൽ അതിനെ പുനർവ്യാഖ്യാനം ചെയ്യേണ്ടി വരും. അതേസമയത്ത് മൂല്യബോധം എന്ന് പറയുന്നത് അതൊരിക്കലും നമുക്ക് അങ്ങനെ വ്യാഖ്യാനിച്ച് ഇല്ലാതാക്കാൻ കഴിയുന്ന കാര്യമല്ല. അങ്ങനെ ചെയ്താൽ അതിൻ്റെ പ്രത്യാഘാതം നമുക്കുണ്ടാകുമെന്നാണ് ഈ നിയമാവർത്തന പുസ്തകം പറയുന്നത്. 2-ാമത്തെ വായന തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. ഈ തിമോത്തിയോസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം ഓർക്കണം, പൗലോസ് തൻ്റെ കൂടെ എപ്പോഴും കൊണ്ടു നടന്നിരുന്നൊരു ശിഷ്യനാണ്, ഏറ്റവും പ്രിയപ്പെട്ട ഒരു ശിഷ്യൻ. തിമോത്തിയോസിനെ പൗലോസ് ഒരു സഭാസമൂഹത്തിൻ്റെ തലവനാക്കുന്നുണ്ട്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പക്ഷേ ഒരു വികാരിയെന്നോ ഒരു ബിഷപ്പ് എന്നൊക്കെ പറയാം. എന്നിട്ട് തിമോത്തിയോസിന് കൊടുക്കുന്ന ഉപദേശങ്ങളാണിതെല്ലാം. പ്രായം വളരെ കുറവാണ്, ചെറുപ്പക്കാരനാണ്. പക്ഷേ ആ പ്രായത്തിൻ്റെ കുറവൊക്കെ അവൻ എങ്ങനെ നികത്തണം? അവൻ വചന വായനയിലൂടെയും പഠനത്തിലൂടെയും അത് നികത്തണം. എന്നിട്ട് അവൻ്റെ സമൂഹത്തിലുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്നാണ് ഈ പറഞ്ഞു കൊടുക്കുന്നത്. നിന്നേക്കാൾ പ്രായമുള്ളവനെ ശകാരിക്കരുത്. അവനെ പിതാവിനെ പോലെയും യുവാക്കന്മാരെ സഹോദരന്മാരെ പോലെയും പ്രായം ചെന്ന സ്ത്രീകളെ മാതാക്കളെ പോലെയും യുവതികളെ നിർമ്മലതയോടെ സഹോദരിമാരെ പോലെയും പരിഗണിച്ച് ഉപദേശിക്കുക. ഇവിടെ സമൂഹത്തിൽ പലതരത്തിലുള്ള ആളുകളുണ്ടാകും. പ്രായമുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, കുട്ടികളുണ്ട്, യുവാക്കളുണ്ട്, യുവതികളുണ്ട്. ഇങ്ങനെയുള്ളവരോടെല്ലാം എങ്ങനെയാണ് സഭയുടെ തലപ്പത്തുള്ളവർ പെരുമാറേണ്ടതെന്നാണ് ഈ പറഞ്ഞു കൊടുക്കുന്നത്. പ്രത്യേകിച്ചത്
വൈദികർക്കും മിത്രാന്മാർക്കും അതല്ലെങ്കിൽ സുപ്പീരിയന്മാർക്കൊക്കെ പ്രസക്തമാണ്. അതുമല്ലെങ്കിൽ വേദപാഠ അധ്യാപകർക്കും അങ്ങനെയെല്ലാം കൈക്കാരന്മാർക്കും ഒക്കെ ഇത് ബാധകമാണ്. നിന്നേക്കാൾ പ്രായമുള്ളവനെ ശകാരിക്കരുത്. ശകാരിക്കേണ്ട സന്ദർഭങ്ങൾ ഉണ്ടാവാൻ ചിലപ്പോൾ, എങ്കിൽ പോലും അത് സൗമ്യതയോടെ വേണം. തെറ്റുതിരുത്താനാണെങ്കിൽ അങ്ങനെ ചെയ്യണം. മാത്രമല്ല അവനെ പിതാവിനെ പോലെയും യുവാക്കന്മാരെ സഹോദരന്മാരെ പോലെയും കരുതണം എന്ന് പറഞ്ഞ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഓരോ വ്യക്തിയുടെയും പ്രായമനുസരിച്ച് പരിഗണിച്ച് വേണം അവരോട് ഇടപെടാനായിട്ട്. വളരെ പ്രായം കുറഞ്ഞ ഒരു വികാരിച്ചൻ ഇടവകയിലെ വളരെ പ്രായം കൂടി ചേട്ടനോട് എടോ പത്രോസേ എന്ന് വിളിക്കുന്നത് ഒരിക്കലും അത് ശരിയല്ല. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഈ പറയുന്നത്. നിന്നേക്കാൾ പ്രായമുള്ളവനെ ശകാരിക്കരുത്. അവരർഹിക്കുന്ന ബഹുമാനമുണ്ട്, അത് കൊടുക്കണം. അതുപോലെ തന്നെ യുവാക്കന്മാരെ സഹോദരന്മാരെ പോലെ, യുവാക്കന്മാരെ ആണെങ്കിൽ പോലും എടാ വാടാ പോടാ ഇങ്ങനെയുള്ള ഭാഷകളൊന്നും അത് ശരിയായ ഒരു രീതിയല്ല എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. നിൻ്റെ സഹോദരനെ പോലെ കരുതണം. മാത്രമല്ല ആ സഹോദരനെ നീ വിളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന, അവനോട് പെരുമാറാൻ നീ ഉപയോഗിക്കുന്ന ശൈലികൾ, ഇതെല്ലാം ഒരു സഹോദരനോടെന്നതുപോലെ ആയിരിക്കണം. വീണ്ടും പറയുകയാണ്, പ്രായം ചെന്ന സ്ത്രീകളെ മാതാക്കളെ പോലെ കരുതണം. നമ്മുടെ അമ്മമാർ, അവരെ പോലെ നമ്മൾ കരുതണം. പ്രായമുള്ളവരെ ആരായിരുന്നാലും സ്ത്രീകളെ, യുവതികളെ നിർമ്മലതയോടെ സഹോദരിമാരെ പോലെയും പരിഗണിച്ച് ഉപദേശിക്കുക. സഭാതലപ്പത്തുള്ളവർ യുവതികളെ എങ്ങനെയാണ് പരിഗണിക്കേണ്ടത്, അവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, അവരോട് ഉപയോഗിക്കുന്ന വാക്കുകൾ എങ്ങനെയൊക്കെ ആയിരിക്കണം, അത് നിർമ്മലതയോടെ സഹോദരിമാരെ പോലെയും. ആ വ്യക്തിയിലുള്ള ലൈംഗികതയെക്കുറിച്ച് ചിന്തിക്കാതെ ദൈവം തന്നിരിക്കുന്ന തൻ്റെ ദൗത്യം ഇവരോരോരുത്തരും ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള ചിന്തയോട് കൂടിയിട്ട് ഉപയോഗിക്കണമെന്നർത്ഥം. നിർമ്മലതയോട് കൂടിയിട്ട് സഹോദരിമാരെ പോലെ പരിഗണിച്ച് ഉപദേശിക്കുക. അപ്പോഴും ഉപദേശമാണ്, ഉപദേശത്തെക്കുറിച്ചായി പറയുന്നത്. എന്താ ഈ ഉപദേശം എന്ന് പറയുന്നത്? സഭാസമൂഹത്തിൽ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ആളുകളുണ്ടാവും. അവരെല്ലാം നീ കർത്താവിൻ്റെ മാർഗത്തിൽ ചരിക്കാനായിട്ട് ഉപദേശിക്കണം. ആ ഉപദേശിക്കേണ്ട രീതിയാണ് ഈ പറഞ്ഞു തരുന്നത്. എല്ലാവരോടും ഒരുപോലെ ഉപദേശിച്ചാൽ പോരാ. നഴ്സറി കുട്ടികളോടും അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്നവരോടും ഒരേ ഭാഷ ഉപയോഗിച്ചാൽ പോരാ. ഇതെല്ലാം നമ്മുടെ പ്രസംഗത്തിലും സംസാരത്തിലും എല്ലാം ഉണ്ടാകണമെന്നർത്ഥം. യഥാർത്ഥത്തിൽ വിധവകളായിരിക്കുന്നവരെ മക്കളോ മക്കളുടെ മക്കളോ ഉണ്ടെങ്കിൽ അവർ ആദ്യമായി തങ്ങളുടെ കുടുംബത്തോടുള്ള മതപരമായ കർത്തവ്യം എന്താണെന്ന് മനസ്സിലാക്കുകയും അവരുടെ മാതാപിതാക്കളോട് കടമ നിറവേറ്റുകയും ചെയ്യട്ടെ. അത് ദൈവത്തിൻ്റെ മുമ്പിൽ സ്വീകാര്യമാണ്. യഥാർത്ഥത്തിൽ വിധവകളായിരിക്കുന്നവരെ, ആരെ വിധവകൾ? നമുക്ക് പെട്ടെന്ന് തോന്നും ഭർത്താവ് മരിച്ച സ്ത്രീ എന്നുള്ള അർത്ഥത്തിലാണ്. അതങ്ങനെ തന്നെയാണ്, ഭർത്താവ് മരിച്ച സ്ത്രീകളാണ്. പക്ഷേ ഇവിടെ അന്നത്തെ സമൂഹത്തിൽ ഇങ്ങനെ ഭർത്താക്കന്മാർ മരിച്ച സ്ത്രീകളുടെ ഒരു സംഘം തന്നെ ഉണ്ടായിരുന്നു. പ്രത്യേകമായിട്ട് വേണമെങ്കിൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഭക്തസമൂഹം. അങ്ങനെയുള്ള സമൂഹത്തിലേക്ക് ഈ ഇങ്ങനെയുള്ള വിധവകളെയാണ് സ്വീകരിക്കുക. അവരെന്താണ് ചെയ്യുന്നത്? അവർ ഇങ്ങനെയുള്ള മക്കളോ മക്കളുടെ മക്കളോ ഉണ്ടെങ്കിൽ ആദ്യമായി അവർ തങ്ങളുടെ കുടുംബത്തോടുള്ള മതപരമായ കർത്തവ്യം എന്താണെന്ന് മനസ്സിലാക്കണം. ഇവർ ഇങ്ങനെ ഈ ഭക്തസംഘത്തിലെ അംഗങ്ങളാണെന്നും പറഞ്ഞ് വീട്ടിലെ കാര്യം നോക്കാതെ തിരിഞ്ഞ് നടക്കരുതെന്നർത്ഥം. ചിലരുണ്ട്, നമുക്കറിയാമല്ലോ, അവർ വീട്ടിലൊന്നും ചെയ്യില്ല, ഒരു കാര്യം നോക്കില്ല, മക്കളുടെ കാര്യം നോക്കില്ല, ഭാര്യയുടെ കാര്യം നോക്കില്ല, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ കാര്യം നോക്കില്ല. പകരം അവർ പൊതുക്കാര്യ പ്രസക്തരായിട്ട് നടക്കും. വീട്ടിലുള്ള സ്വത്ത് മുഴുവനും അങ്ങനെ നടന്ന് കളയുകയും ചെയ്യും. അതിനെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് ആദ്യമായിട്ട് നിങ്ങൾ ഈ വീട്ടിലെ കാര്യം നോക്കുക. വീട്ടിലെ കുടുംബത്തോടുള്ള മതപരമായ കർത്തവ്യം എന്താണെന്ന് മനസ്സിലാക്കണം. കേവലം ഭൗതികം തന്നെയല്ല, മതപരമായ മൂല്യബോധത്തിൽ അവരെയൊക്കെ വളർത്താൻ, അവരെ പരിഗണിക്കാനൊക്കെ ശ്രമിക്കണം. അതാണ് പറഞ്ഞു വരുന്നത്. അതെല്ലാം ദൈവത്തിൻ്റെ മുമ്പിൽ സ്വീകാര്യമാണ്. അതുപോലെ തന്നെ ഏകാകിനിയായ ഒരു യഥാർത്ഥ വിധവയാകട്ടെ ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് അപേക്ഷകളിലും പ്രാർത്ഥനകളിലും ദിനരാത്രങ്ങൾ ചെലവഴിക്കുന്നു. എന്നാൽ സുഖാനുഭവങ്ങളിൽ മുഴുകിയിരിക്കുമ്പോൾ, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവർ മരിച്ചു കഴിഞ്ഞു. അതായത് ഈ ഇങ്ങനെയുള്ള സംഘങ്ങൾ ചേർന്നിട്ട് പിന്നെ ഈ സുഖജീവിതത്തിലേക്ക് അതും വേണം ഇതും വേണം എന്ന് പറഞ്ഞ് പോകുന്നവരെക്കുറിച്ചാണ്. അങ്ങനെയുള്ളവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചു കഴിഞ്ഞു. വളരെയധികം ചിന്താവിഷയമാക്കേണ്ട കാര്യമാണ് നമ്മുടെ ആനുകാലിക ലോകത്തിൽ, പ്രത്യേകിച്ച് സഭാസമൂഹത്തിൽ. അവർ കുറ്റമറ്റവരായിരിക്കാൻ വേണ്ടി നീ ഇതെല്ലാം അവരെ ഉത്ബോധിപ്പിക്കുക. ഒരുവൻ തൻ്റെ സ്വന്തക്കാരുടെയും പ്രത്യേകിച്ച് തൻ്റെ കുടുംബത്തിൻ്റെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ലെങ്കിൽ അവൻ വിശ്വാസം ത്യജിച്ചവനും അവിശ്വാസിയേക്കാൾ ഹീനനുമാണ്.
വളരെ കഠിനമായ ഭാഷയാണ് പൗലോസ് ഉപയോഗിക്കുന്നത്. തൻ്റെ കുടുംബം നോക്കാത്തവൻ എന്നിട്ട് പിന്നെ പുതുക്കാര്യ പ്രസക്തനായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അവനെന്താണ്? അവൻ വിശ്വാസം ത്യജിച്ചവനും അവിശ്വാസിയേക്കാൾ ഹീനനുമാണ്. അതിലും ഭേദം അവൻ അവിശ്വാസിയായിരിക്കുന്നതാണ് ഈ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് ഏത് സമൂഹത്തിലാണെങ്കിലും നമ്മുടെ സഭാസമൂഹത്തിൽ പ്രത്യേകിച്ച് ഈ പുതുക്കാര്യത്തിലേക്ക് ഇറങ്ങി വരുന്നവർ ആദ്യം തങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കണം. അതിനുശേഷമാണ് ഈ സഭാസമൂഹത്തിലെ പ്രവർത്തനങ്ങളിലേക്ക് വരേണ്ടത്. അതിനർത്ഥം കുടുംബത്തെ സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ പൊതുസമൂഹത്തിന് വേണ്ടി ഒന്നും ചെയ്യേണ്ടെന്നല്ല, അവരെ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചിട്ട് വരരുതെന്നർത്ഥം. അവരുടെ കാര്യമൊന്നും നോക്കാതെ വരരുതെന്നർത്ഥം. രണ്ടും ഒരുപോലെ കൊണ്ടുപോകേണ്ടതുണ്ട്. വീണ്ടും പറയുകയാണ്, 60 വയസ്സിൽ കുറയാത്ത പ്രായമുള്ളവളും ഒരുവൻ്റെ മാത്രം ഭാര്യയായിരുന്നവളുമായ സ്ത്രീയെ മാത്രമേ വിധവകളുടെ ഗണത്തിൽ ചേർക്കാവൂ. ഈ ഭക്തസംഘത്തിൽ ചേർക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. 60 കഴിഞ്ഞിട്ടാകുമ്പോൾ കുറച്ചുകൂടെയൊക്കെ പക്വത വരുമെന്നാണ്. ചെറുപ്പക്കാരായ വിധവകൾക്ക് ഒരുപക്ഷെ അതിന് കഴിയണമെന്നില്ല എന്ന് മാത്രം അർത്ഥം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. മാത്രമല്ല, അവൾ സൽപ്രവൃത്തികൾ വഴി ജനസമ്മതി നേടിയിട്ടുള്ളവരുമായിരിക്കണം. നമ്മുടെ ഭക്തസംഘടനയൊക്കെ വരുന്നവർ എങ്ങനെയുള്ളവരായിരിക്കണം എന്നാണ് ഈ പറയുന്നത്. സൽപ്രവൃത്തികൾ വഴി ജനസമ്മതി നേടിയിട്ടുള്ളവരായിരിക്കണം. അതായത് സ്വന്തം സന്താനങ്ങളെ നന്നായി വളർത്തുകയും അതിഥിസൽക്കാരത്തിൽ താല്പര്യം കാണിക്കുകയും വിശുദ്ധരുടെ പാദങ്ങൾ കഴുകുകയും വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും എല്ലാവിധ സൽപ്രവൃത്തികൾക്കും വേണ്ടി തന്നെ അർപ്പിക്കുകയും ചെയ്തിട്ടുള്ളവരാകണം. പേരിന് മാത്രം ആരും വരരുതെന്നർത്ഥം. അല്ലെങ്കിൽ ഏതെങ്കിലും പ്രസിഡൻ്റ് ആവാനോ സെക്രട്ടറി ആവാനോ മാത്രം വരുന്നവരും ഉണ്ടാകാം. അങ്ങനെയുള്ളവരെക്കുറിച്ചാണ് ഈ പറയുന്നത്. സുവിശേഷ വായന മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 23 മുതൽ 33 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ പറയുന്ന കാര്യം നമുക്കറിയാം. കർത്താവ് പറയുന്നൊരു ഉപമയാണ്. പുനരുദ്ധാനമില്ല എന്ന് പറയുന്ന സദ്ദുക്കായരായിട്ടുള്ള മനുഷ്യർ അവർ വന്ന് ചോദിക്കുന്നു. ഒരു പുരുഷൻ, അയാൾക്ക് ഭാര്യയുണ്ടായിരുന്നു, അയാളുടെ ഭാര്യ മരിച്ചു. പകരം അയാളുടെ സഹോദരങ്ങൾ ഇവളെ കല്യാണം കഴിച്ച് മക്കളെ ഉൽപ്പാദിപ്പിക്കുന്ന മോശയുടെ നിയമം പറഞ്ഞിരിക്കുന്നു. അങ്ങനെ 7 സഹോദരന്മാർ. അങ്ങനെ 7 സഹോദരന്മാർ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ച് അവസാനം ആ സ്ത്രീയും മരിച്ചു. ചോദ്യം ഇതാണ്, പുനരുദ്ധാനത്തിൽ ഇവൾ ആരുടെ ഭാര്യയായിരിക്കും? അപ്പോൾ ഈശോ പറഞ്ഞു, പുനരുദ്ധാനത്തിൽ അവൾ ആരുടെയും ഭാര്യയായിരിക്കുകയില്ല. കാരണം എന്താണ്? അവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അവിടെ ആരും കല്യാണം കഴിക്കുന്നുമില്ല, കഴിപ്പിക്കുന്നുമില്ല. അവരെല്ലാവരും എങ്ങനെയായിരിക്കും? അവർ സ്വർഗ്ഗദൂതന്മാരെ പോലെ ആയിരിക്കും. അവരെല്ലാം സ്വർഗ്ഗദൂതന്മാരെ പോലെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ ലോകത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളുമുള്ള ഒരു സ്ഥലമോ അനുഭവമോ അല്ല സ്വർഗത്തിൽ നിന്നർത്ഥം. അത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരവസ്ഥാവിശേഷമാണ്. എന്താ ഈ സ്വർഗം എന്ന് വിളിക്കുന്നത്? വിശുദ്ധ പൗലോസ് പറയും, സ്വർഗമെന്ന് പറയുന്നത്, സ്വർഗരാജ്യം എന്ന് പറയുന്നത് ഭക്ഷണവും പാനീയവുമല്ല. പ്രത്യേകത എന്താണ്? അത് നീതി, സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. അതിനെയാണ് സ്വർഗം എന്ന് വിളിക്കുന്നത്. നമ്മൾ മരിച്ചു കഴിഞ്ഞ് കിട്ടാൻ പോകുന്നത് എന്താ? ഇതിൻ്റെ എല്ലാം പൂർണ്ണത, പൂർണ്ണമായിട്ടും ദൈവത്തോട് ചേർന്നിരിക്കുന്ന അവസ്ഥ. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അങ്ങേ ലോകത്ത് ചെന്ന് കഴിയുമ്പോൾ ഇവിടുത്തെ പോലെ തന്നെയല്ല. അവിടെ മദ്യവും മയക്കുമരുന്നും അല്ലെങ്കിൽ നല്ല ഭക്ഷണങ്ങളും ഇതൊന്നും അല്ല അവിടെ കിട്ടാൻ പോകുന്ന. പ്രത്യേകത നീതി, സമാധാനവും പരിശുദ്ധാത്മാവിയുടെ സന്തോഷമാണ്. അതിൻ്റെ പൂർണ്ണതയാണ് അവിടെ കിട്ടുന്നത് ദൈവത്തോട് ചേർന്നിരിക്കുമ്പോഴാണ്. അപ്പോൾ നമ്മുടെ ഈ സ്വർഗരാജ്യം എന്ന് പറഞ്ഞ് ഇതൊക്കെ തന്നെയാണ്. ഈ ലോകത്തിൽ നമുക്ക് നീതി, സമാധാനവും പരിശുദ്ധാത്മാവിൽ ഉള്ള സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ കഴിയുക, അത് മറ്റെല്ലാവർക്കും കൊടുക്കാൻ കഴിയുക. അതിനുവേണ്ടി ഈ ലോകത്ത് നമ്മൾ ഒരുക്കുക, അതിനുവേണ്ടി നമ്മൾ അധ്വാനിക്കുക. ഈ സുവിശേഷ പ്രഘോഷം എന്നൊക്കെ പറഞ്ഞ് ഇത്രയേ ഉള്ളൂ. ഈ നീതി, സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും ഈ ലോകത്തിൽ പൂർണ്ണമായിട്ട് എല്ലാവർക്കും ഉണ്ടാകണമെന്നർത്ഥം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബുദ്ധിമുട്ടെല്ലാം സഹിക്കുന്നത്. അതുകൊണ്ട് അവർ സ്വർഗ്ഗദൂതന്മാരെ പോലെ ആയിരിക്കും. ഞാൻ അബ്രാഹത്തിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമാണെന്ന് മരിച്ചവരുടെ പുനരുദ്ധാനത്തെപ്പറ്റി ദൈവം നിങ്ങളോട് അരുളി ചെയ്തിട്ടുള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അവിടുന്ന് മരിച്ചവരുടെയല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ്. അതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കുന്നു. ജീവിച്ചിരിക്കുന്ന അബ്രാഹവും ഇസഹാക്കും യാക്കോബും എല്ലാം ദൈവത്തോട് കൂടി ഇരിക്കുമ്പോൾ കിട്ടുന്ന അവസ്ഥാവിശേഷമാണ് ഈ സ്വർഗം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കർത്താവ് തന്നെ പറഞ്ഞ ഉപമയുണ്ടല്ലോ, അല്ലെങ്കിൽ ഈ ലാസറിൻ്റെയും ധനവാന്റെയും കഥയിൽ ലാസർ എവിടെയാണ് പോയിരിക്കുന്നത്? പിതാവായ അബ്രാഹത്തിൻ്റെ മടിയിലാണ്. ഇതുപോലെ നമ്മൾ ദൈവപിതാവിൻ്റെ മടിയിൽ ആ സമാധാനവും ശാന്തിയും സന്തോഷവും എല്ലാം അനുഭവിച്ചിരിക്കുന്ന അവസ്ഥയാണ് ഈ സ്വർഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ പറയുന്ന പുനരുത്ഥാനം ഈ യഥാർത്ഥത്തിലുള്ള പുനരുത്ഥാനമല്ല. നിങ്ങൾ പറയുന്ന ഈ ലോകത്തിൻ്റെ വേറൊരു പതിപ്പ്, ഒരിക്കലും അവസാനിക്കാത്തൊരു പതിപ്പ്, അതല്ല. പ്രിയമുള്ളവരെ, നമ്മൾ സ്വർഗരാജ്യത്തെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായ ധാരണയുള്ളവരാകണം. നമ്മളെ ഈ വചനങ്ങളൊക്കെ അതിന് പ്രാപ്തമാക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.